അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു 2025-ലും നമ്മൾ വയറ് കുത്തിക്കൊണ്ട് ആൻഡ്രോയിഡ് ഓട്ടോയോ ആൻഡ് ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഈ 2025-ൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക വണ്ടികളിലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. OG സാധനം മാറ്റാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 9,999 MRP കാണിക്കണമെങ്കിലും ഒരു 2,800 to 3,000 രൂപയ്ക്ക് അകത്ത് വെച്ച് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു ടെക്കഡ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അഡാപ്റ്ററാണ്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ എന്ന് പറഞ്ഞൊരു അഡാപ്റ്ററാണ്. അപ്പം ഇതിൻ്റെ കണക്ടിവിറ്റിയും ഇത് കണക്ട് ചെയ്തിട്ട് ഇത് ലാഗ് ഉണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ഇല്ല. ഇവിടെ നമ്മൾ കണക്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്ലീസ് കണക്ട് യുവർ സ്മാർട്ട് ഫോൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു വയറ് കുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ്ലോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു USB A to C കണക്ടർ ഉണ്ട്. വണ്ടി ഇവിടെ C ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയുടെ 2 സിമ്പൽ. അപ്പം ഈ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് മുകളിലോട്ടിട്ട ആപ്പിൾ കാർപ്ലേയും ഇത് താഴോട്ടിട്ട ആൻഡ്രോയിഡ് ഓട്ടോയും. അപ്പം ആൻഡ്രോയിഡ് ഫോൺ കൊടുക്കുന്നവർ താഴോട്ട് എടുക്കുക, ആപ്പിൾ ഐഫോൺ കൊടുക്കുന്നവർ മുകളിലോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇതിപ്പോൾ ആൻഡ്രോയിഡ് അല്ല, നമുക്ക് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ FM, അതുപോലെ തന്നെ മോഡ് സെലക്ട് ചെയ്താൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ കോൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വയറ് കണക്ട് ചെയ്തുകൊണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ വയറ് കണക്ട് ചെയ്യാതെ യൂസ് ചെയ്യാനുള്ള സാധനമാണ് ഇത്. ഇവിടെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിനു ശേഷം ഇവിടെ ഡിവൈസിൻ്റെ നെയിം കാണിക്കുക, സ്മാർട്ട് അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു നെയിമുണ്ട്. ആ ഒരു സാധനം നമ്മൾ ജസ്റ്റ് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻ്റർഫേസൊക്കെ മാറ്റി ഇങ്ങനൊരു സാധനം വരുന്നതാണ്. ഇതിൽ നമുക്ക് സ്പോട്ടിഫൈ വേണമെങ്കിൽ സ്പോട്ടിഫൈ എടുക്കാം. നമുക്ക് കോൾസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പിൾ മാപ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ആപ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഗൂഗിൾ മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് നല്ല പ്രോപ്പറായിട്ട് കിട്ടുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഒഴുക്കം കാര്യങ്ങളൊക്കെ കുറവായിട്ടേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം റിഫ്രഷ് റേറ്റ് കൂടിയ ഒരു ആൻഡ്രോയിഡ് സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴുക്കം ഫീൽ ചെയ്യും. പക്ഷേ ഇത് ആ ഒരു ഒഴുക്കമൊന്നുമില്ല. സാധാരണ നമുക്ക് ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആ ഒരു ഇത് മാത്രമാണുള്ളത്. പിന്നെ എനിക്ക് വേറെ ഇത് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ മ്യൂസിക് ക്വാളിറ്റീസൊക്കെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി നമ്മുടെ ഫോണ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കാർ ഓഡിയോ ഉണ്ടല്ലോ, ഈ കാർ മൾട്ടിമീഡിയ വഴി കണക്ട് ചെയ്ത് നമ്മൾ പാട്ടിടുന്നേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം ഇതിൽ ബ്ലൂടൂത്ത് വഴി പാട്ടിട്ടതിന് ശേഷം നമ്മൾ ആ ഫോൺ ഇപ്പം നമുക്ക് അപ്പുറത്ത് വശത്തിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്ക് ഓൾറെഡി കിട്ടുമല്ലോ. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ഈ സാധനം കണക്ട് ചെയ്തിട്ടിരുന്ന മൈക്ക് കിട്ടത്തില്ല. ആ സമയത്ത് നമ്മൾ അതാണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയണത് ഇതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 സെക്കൻഡ് 3 സെക്കൻഡ് റെക്കോർഡായിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്തു, നമുക്കതെടുത്തിട്ട് നോക്കാം. കണ്ടോ, കേൾക്കുന്നില്ല. ഇതാണ് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് റെക്കോർഡ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നം വരില്ല. ആ സമയത്ത് ഇത് നമ്മൾ ഓണാക്കിയതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യുമ്പോൾ ഇത് പോകണുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യുമ്പം ഇത് ഡിസ്കണക്ട് കാര്യങ്ങളൊന്നും ആവില്ല. ഗൈസ് ഇപ്പം ബ്ലൂടൂത്ത് ഓഫാണ്. ഇവിടെ സോങ് കേൾക്കുന്നുണ്ട്, കോപ്പറേറ്റ് വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറ്റാം. ഇപ്പോൾ സോങ് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പാട്ട് വരെയാണ്. കണ്ടോ, ഞെക്കുമ്പം ഒരു സെക്കൻഡ് ഡിലേ എന്തായാലും ഉണ്ട്. ഇപ്പം 3 സെക്കൻഡ് പാട്ട് കേട്ട് ഞെക്കുമ്പോൾ മാറിയിട്ടുണ്ട്. എന്നാലും ആ പാട്ട് കേട്ടോണ്ടിരുന്നിട്ടാണ് അടുത്ത പാട്ടിലോട്ട് വരുന്നത്. ആ ഒരു ഡിലേ എന്തായാലും വരും. അപ്പോൾ ഇത്രയും ഒരു 10,000-3,000 ആ റേഞ്ചിൽ നമുക്ക് ഇത്രയും ഫീച്ചർ തരുമ്പോൾ നമ്മളതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീറിയൊക്കെ എടുക്കണമെങ്കിൽ മറ്റേ സീറി പറഞ്ഞാൽ ഇപ്പോൾ ഓടി വരും. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ കൂടെ തന്നെ നമുക്ക് വോയിസ് കമാൻഡിനുള്ള, അതായത് സീറിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി ആ സാധനം കിട്ടുന്നതാണ്. അത്രയേ ഉള്ളൂ പരിപാടി. ജസ്റ്റ് ഇത് കൊടുത്താൽ അത് കട്ടാവുന്നതാണ്. അപ്പം ബാക്കി എല്ലാ പരിപാടിയും നമുക്ക് ആൻഡ്രോയിഡ് പരമായിട്ട് കിട്ടുന്ന പോലെ കോളിങ്ങിനാണെങ്കിലും ബാക്കി ഈ മാപ്പ് കാര്യങ്ങൾ അതൊക്കെ കിട്ടാനായിട്ടുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിച്ച്, അതായത് ഈ ഒരു OG സാധനം മാറ്റാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഈസി ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. തന്നെ നമുക്കിപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ പാർക്കിലിടുമ്പോൾ നമുക്കവിടെ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡാർക്ക് മോഡിലോട്ട് പോകുന്നുണ്ട്. പാർക്ക് മാറുന്ന സമയത്ത് തിരിച്ച് വെട്ടമൊക്കെ വന്നിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ കണ്ട ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സിനിമ കാണാനൊന്നും പറ്റില്ല. VLC ഉണ്ട്.
ഇതിനകത്ത് എങ്ങനെ സിനിമാറ്റിക് കാണണം എന്നുള്ളതിനെ പറ്റി ഒരു റിസർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഗൈസ്. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നമ്മളടുത്ത റിവ്യൂസുമായിട്ടൊക്കെ ഉടനെ വരുന്നതാണ്. അപ്പോൾ ബൈ.